ഓക്കെ. അപ്പം ഇൻഡ്യൂസ്മെന്റ് പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ICT ട്രാപ്പ് ആയിട്ടുള്ള ഇൻഡ്യൂസ്മെന്റിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണ്ട. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടവർ തന്നെ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പല ആളുകളും ചോദിച്ച ഒരു കാര്യമുണ്ട്. പല ആളുകളല്ല, രണ്ടാളുകൾ ചോദിച്ച കാര്യം, എന്തിനാണ് ഇങ്ങനെ വലിച്ചു വാരി ഒരുപാട് നേരമെടുത്ത് പറയുന്നത്. ഇത് എൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കിപ്പം ഈ ICTയുടെ ഇൻഡ്യൂസ്മെൻ്റ് ഈ ഒരു പാർട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാണുന്ന സമയം കൊണ്ട് അടിച്ച് വിട്ട് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഓക്കെ, നമ്മളൊരു കാര്യം റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മൾ ഓഡിയൻസിന് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ, ഓക്കെ, ഓഡിയൻസ് പലതരത്തിലുള്ള ആളുകളുണ്ടാവും. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ അറിയുന്ന ആളുകളുണ്ടാവും, ചിലപ്പം തീരെ ഒരു ബേസിക് ലെവലുള്ള ആളുകളുണ്ടാവും. അപ്പം എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇനിയും വീഡിയോ ചെയ്തു പോകുക. അപ്പം ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റേഷൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിലേക്ക് പോയിട്ട് അത് പോയി കാണുക. ഓക്കെ, എൻ്റെ റിയാലിറ്റി ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് പാർട്ട് 2 വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. ഇൻഡ്യൂസ്മെൻറ്റ് പാർട്ട് 2 വീഡിയോ കാണുക, ICT ട്രാപ്പ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി പറയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ICTയുടെ ഇൻഡ്യൂസ്മെൻറ്റ് പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഒന്നുകൂടി നോക്കണേ. വാട്ട് ഈസ് ഇൻഡ്യൂസ്മെൻറ്റ് ഇൻ ICT ട്രേഡിംഗ്? ഇൻ ട്രേഡിംഗ്, ഇൻഡ്യൂസ്മെൻറ്റ് IDX എന്താ അതിൻ്റെ ഷോർട്ട് ഫോം ആണ്. typically refers to a factor that motivates traders to engage in a particular trade or investment. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ട്രേഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് റീറ്റെയിലേഴ്സിനെ എൻഗേജ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡാണ് എന്ത്, ഇൻഡ്യൂസ്മെൻറ്റ്. താഴെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ആക്ഷൻ ടേക്കൺ ബൈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഓർ എൻറ്റിറ്റീസ് ടു അട്രാക്ട് ലിക്വിഡിറ്റി ടു എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് എന്തിനാ ചെയ്യുന്നത്? ടു എൻഗേജ് ഇൻ എ പെർട്ടിക്കുലർ ട്രേഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. റീറ്റെയിലറെ കൊണ്ട് ഒരു ട്രേഡിലോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഓക്കെ എൻഗേജ് ചെയ്യിക്കുക, അല്ലെങ്കിൽ എന്താണ് ആദ്യമേ ചാടിക്കുക. ഓക്കെ, ചെയ്യുന്നു. ആരാ ചെയ്യിക്കുന്നത്? മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ചിലപ്പം എൻറ്റിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ലിക്വിഡിറ്റി, അട്രാക്റ്റിംഗ് ലിക്വിഡിറ്റി ബിൽഡപ്പിന് വേണ്ടി അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേഷന് വേണ്ടി ചെയ്യുന്ന ഒരു ട്രാപ്പിംഗ് മെത്തേഡാണ് എന്ത്, ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുക, തിരിച്ച് നമ്മളുടെ ഇൻഡ്യൂസ്മെൻറ്റ് പാർട്ട് 2ലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ്, ഇൻഡ്യൂസ്മെൻറ്റ് 1ൽ ഒരു ബെയറിഷ് സെനാരിയോ എന്ന് വെച്ചാൽ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പും ഒരു സ്ട്രക്ചർ ബ്രേക്കും തന്നിട്ട് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് സെനാരിയോ അല്ലേ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിളും തിയറിയും പ്രാക്ടിക്കലും വെച്ച് നോക്കിയത്. ഓക്കെ, ഈ ഒരു ലെവലിലല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇന്ന് ഓപ്പോസിറ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ബെയറിഷ് ഷോബിയാണ് നോക്കിയെങ്കിൽ ഇന്ന് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പം അതെപ്പോഴും എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും. ഒരു ഡിസ്കൗണ്ട് പ്രൈസിലോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് പ്രൈസിലോ ആയിരിക്കും. നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ സെൽ സ്റ്റോപ്പും മുകളിൽ ബൈ സ്റ്റോപ്പുമായിരിക്കും. മാർക്കറ്റ് എന്ത് ചെയ്തു? സെൽ സ്റ്റോപ്പ് എടുക്കാതെ, ആലോചിച്ച് നോക്കുക, സെൽ സ്റ്റോപ്പ് എടുക്കാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, സെൽ സ്റ്റോപ്പ് എടുക്കാതെ മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ സ്റ്റോപ്പ് എടുത്തും കൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ എന്താണ്, തിരിച്ച് സെൽ സ്റ്റോപ്പ് എടുക്കാൻ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരും. ഓക്കെ, മാർക്കറ്റ് ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് എന്തായി, മാർക്കറ്റിനൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. ഓക്കെ, ബുള്ളിഷ് ആയിട്ട് പോയ മാർക്കറ്റ് പിന്നെ എന്ത് രീതിയിലാണ് താഴേക്ക് വരുന്നത്? ബെയറിഷ് ആയ രീതിയിൽ. ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറായിട്ട് മാർക്കറ്റ് വന്നു. എന്തിന്?
മാർക്കറ്റിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിൻ്റെ ടാർഗറ്റ്. അതിന് ബുള്ളിഷ് ആയിട്ട് പോയ മാർക്കറ്റ് വീണ്ടും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി ബെയറിഷ് ആയിട്ട് വന്നു. ഓക്കെ, അറ്റ് എ ടൈം എത്തിയ സമയത്ത് എന്തായി? ഇവിടെ എന്തായി? മാർക്കറ്റിലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം എന്തായി? ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റിലാണ് നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ സ്ട്രക്ചർ ബ്രേക്കും കിട്ടി, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ആ ഓർഡർ ബ്ലോക്കിനെ വാലിഡ് ആക്കാൻ നമുക്കതിന് മുകളിലൊരു ഫെയർ വാല്യൂ കിട്ടി. ഓക്കെ, ഇപ്പം കിട്ടി. എന്തൊക്കെ സംഭവിച്ചു? മാർക്കറ്റ് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിൽ പോയി. പിന്നെ ഒരു മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഇനി എൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്? മാർക്കറ്റ് ഇവിടെയുള്ള എല്ലാ ലിക്വിഡിറ്റീസിനെയും മാർക്കറ്റ് എടുത്തു. ഓക്കെ, താഴെയുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ എന്താണ്? സെൽ സ്റ്റോപ്പ് ആണ്. സെൽ സ്റ്റോപ്പ് എടുത്തു, സെൽ സ്റ്റോപ്പ് എടുത്തു, സെൽ സ്റ്റോപ്പ് എടുത്തു, സെൽ സ്റ്റോപ്പ് എടുത്തു, സെൽ സ്റ്റോപ്പ് എടുത്തു. ലാസ്റ്റ് സെൽ സ്റ്റോപ്പ് ഏതാണ്? അതിനെടുത്തു. ഇനി മാർക്കറ്റിന് എന്താ വേണ്ടത്? സെൽ സ്റ്റോപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈ സ്റ്റോപ്പ് ആണ് വേണ്ടത്. ബൈ സ്റ്റോപ്സ് ഒക്കെ എവിടെയുള്ളത്? മുകളിലാണ് ബൈ സ്റ്റോപ്പ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇൻറ്റൻറ്റ് എന്താണ്? ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകും. ടാർഗറ്റ് ആയിട്ട് ലാസ്റ്റ് ബൈ സ്റ്റോപ്പ് ആയിട്ടുള്ള ഏരിയ ഏതാണ്? ഇത് അതായിരിക്കും എൻ്റെ ടാർഗറ്റ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ എൻ്റെ അനാലിസിസ് ചെയ്തു. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന സമയത്ത് സെൽ സ്റ്റോപ്പ് എല്ലാം മാർക്കറ്റ് എടുത്തു. സെൽ സ്റ്റോപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് സെൽ സ്റ്റോപ്പും മാർക്കറ്റ് എടുത്തു. ഇനി റെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഒരു ട്രെൻഡ് ലൈൻ ഫോമിലാണ് ലിക്വിഡിറ്റി ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാനൊരു എൻട്രി എടുക്കും. എൻ്റെ ടാർഗറ്റ് എന്താണ്? 1:5 ആണ്. 1 R ഞാൻ റിസ്ക് വെക്കുമ്പോൾ 5 R ആയിരിക്കും എൻ്റെ റിസ്ക് റിവാർഡ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ്, പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി ആണ് ഇപ്പം ഞാൻ എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൂടെ ചെയ്തത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ സെയിം കാര്യം അതിൻ്റെ വൈസ് വേഴ്സ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. എന്താണ്? ഓർഡർ ബ്ലോക്കിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഡിസിഷൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എൻട്രി ക്രൈറ്റീരിയ എന്താണ്? ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രി, ഇതിൻ്റെ താഴെ SL, ഏറ്റവും മുകളിലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കണം എൻ്റെ ടാർഗറ്റ്. പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നിട്ട് ഒരു സ്ഥലത്തെത്തി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്യാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. എന്തായി? മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു? നമുക്ക് 2 ഇമോഷനാണ് വരിക. ഓക്കെ, ഒന്ന് എൻട്രി എടുക്കണോ, രണ്ടാമത്തെ ഇമോഷൻ എന്താ? വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇമോഷനാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? കുറച്ച് മുകളിലേക്കായിട്ട് എൻ്റെ എൻട്രി ക്രൈറ്റീരിയ ചെയ്താൽ, ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നവർ ഇവിടെ എൻട്രി എടുത്താൽ എനിക്ക് ഈ ഒരു റാലിയിൽ ഇൻക്ലൂഡ് ആവുമായിരുന്നു. ഓക്കെ, തൽക്കാലം എന്താണ്? പോട്ടെ. ഞാനൊരു റീറ്റെയിലർ രീതിയിൽ ചിന്തിക്കാൻ എന്ത് ചെയ്യും? ഈ ഓർഡർ ബ്ലോക്ക് തൽക്കാലം വേണ്ട, എനിക്ക് എന്ത് ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് മതി. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, കാരണം എന്താണ്? ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇനി എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഇതല്ല. കാരണം എന്താണ്? ഇതുവരെ കാക്കാനുള്ള ഒരു ക്ഷമ ഇപ്പം എനിക്കില്ല. കാരണം മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അഗെയിൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ന്യൂ OB എന്ന രീതിയിൽ ഈ ഓർഡർ ബ്ലോക്കിനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും എൻ്റെ റിസ്ക് റിവാർഡ് ഒക്കെ എങ്ങനെയായിരിക്കും? ഈ ഓർഡർ ബ്ലോക്ക് വരച്ചത് കൊണ്ട് തന്നെ ഏതായിരിക്കും? ഇവിടെ എൻട്രി എടുക്കുന്നു, ഇവിടെ SL വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രൈസ് താഴേക്ക് വന്ന് ഈ പുതിയ ഓർഡർ ബ്ലോക്കിലെത്തുമ്പോൾ ഞാൻ എൻട്രി എടുക്കുന്നു. എൻ്റെ ടാർഗറ്റ് എവിടെയാണ്? മേലത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലായിരിക്കും എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഇൻറ്റൻറ്റ്. ഓക്കെ, ഇനി ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു, ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. തിരിച്ച് മാർക്കറ്റിൽ മുകളിലേക്ക് പോയി, ഞാൻ ഹാപ്പിയാണ്, വീണ്ടും ഹാപ്പിയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ OB ഫെയിലായിട്ട് എൻ്റെ ഒറിജിനൽ OB എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ അനാലിസ് ചെയ്യുക, എൻ്റെ പെർഫെക്റ്റ് അനാലിസ് വർക്കായിട്ടുള്ള ആ OBയിലേക്ക് തിരിച്ച് മാർക്കറ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്ത്? എൻ്റെ ടാർഗറ്റിലേക്ക് പോയി. ഓക്കെ, എന്താണ്? ടോട്ടലി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഞാനൊരു ഡിസിഷൻ എടുത്ത് ഞാൻ നിൽക്കുകയാണ്. സ്ട്രോങ് ആയിട്ട് ഒരു നല്ല അനാലിസിസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തായി? പെട്ടെന്ന് ഒരു സെർട്ടേൺ എലമെൻ്റ് എത്തിയ സമയത്ത് എന്തായി? ഞാൻ എൻ്റെ ഡിസിഷൻ കൺവേർട്ട് ചെയ്തു, എൻ്റെ ഇമോഷനെ ട്രിഗർ ചെയ്തു. ഓക്കെ,
എൻ്റെ ഇമോഷനെ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്തോ സംഭവം നടന്നു. അപ്പോൾ അതിൽ ഞാൻ ചാടിക്കയറി. ഓക്കെ, എൻ്റെ റൂൾ പ്രകാരം എന്താണ്, ഇവിടെ നിന്നാണ് എൻട്രി, ഇവിടെയാണ് SL. ഇവിടെ ഒരു ഈ ഒരു ട്രാപ്പ് എലമെൻറ്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂളിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഞാൻ എൻട്രി ഇവിടെയാക്കി, SL ഇവിടെയാക്കി. ഇനി SL ഇവിടെ ആക്കുകയാണെങ്കിൽ എന്താണ്, എൻ്റെ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത് 2 ഇരട്ടിയാകും. എൻ്റെ റിസ്ക്കും റിവാർഡിനും മാച്ച് ആവാത്ത രീതിയിലായി പോകും എൻ്റെ ഒരു ട്രേഡ്. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോയി. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത്, നിങ്ങൾ പറയും ആക്ച്വലി എന്താണ് സംഭവിച്ചത്? പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക്. അവിടെ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. റീറ്റെയിലേഴ്സ് എന്താണ് വിചാരിച്ചത്, ഈ ഇൻഡ്യൂസ്മെൻറ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് വിചാരിച്ച് നിങ്ങളെയും എന്നെ പോലെയുള്ള ആളുകൾ ഈ ട്രാപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു ലെവലിൽ പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ എൻട്രി എടുത്തു. ആക്ച്വലി എന്താ സംഭവിച്ചത്, ട്രാപ്പിലെത്തി. ട്രാപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും ട്രാപ്പായി ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് വന്നു. നമ്മുടെ ടാർഗറ്റ് അച്ചീവായി. ഓക്കെ, അച്ചീവായി. ആക്ച്വലി എങ്ങനെയാണ് സംഭവിച്ചത്, ഇതുപോലെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ട്രാപ്പിലേക്ക് ആദ്യം മാർക്കറ്റ് വരും, അവിടെ നിന്ന് ചെറുങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന പോലെ കാണിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിക്വിഡിറ്റി എന്താണ്, ലിക്വിഡിറ്റി ബിൽഡപ്പാണ് ഇവിടെ നടന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ശേഷം മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി വീണ്ടും ലിക്വിഡിറ്റി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. തിരിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വോൾ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് മാർക്കറ്റിന് പോകാൻ വേണ്ടിയുള്ള ലിക്വിഡിറ്റി ഏതാണ്, ഈ ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി. ഇത് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡിറ്റി ഏതാണ്, ഈ ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി, ലാസ്റ്റ് ലിക്വിഡിറ്റി. ഇത് അവിടെ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അപ്പം ഞാൻ ഇപ്പം അടിച്ചു വിട്ടാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ. ഓക്കെ, കാര്യങ്ങൾ. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പാർട്ട് 1 വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക, അതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തിയറിറ്റിക്കലായിട്ട് ഇത്രയും പറയാം. അപ്പോൾ നമുക്ക് ഇനി ചാർട്ടിൽ പോയിട്ട് അനാലിസിസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത, ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഒരു ബുള്ളിഷ് എക്സാമ്പിൾസ് നമ്മൾ സ്ലൈഡിലൂടെ പറഞ്ഞു. ഇനി എന്താണ്, നമുക്ക് ഇനി പ്രാക്ടിക്കലി നോക്കണം. ഓക്കെ, അപ്പം ഈ കഴിഞ്ഞ ദിവസം എന്താണ്, കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു ബുള്ളിഷാണ്. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എങ്ങാനും ഉണ്ടോ നോക്കുകയാണെങ്കിൽ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മെയിൻലി നോക്കുകയാണെങ്കിൽ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് ലിക്വിഡിറ്റി ഉള്ളത്. കാരണം ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി എടുക്കാനുള്ള കാരണം എന്താണ്, ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി എടുക്കാനുള്ള കാരണം ഇവിടെ സെല്ല് ചെയ്തിട്ടുള്ള, ഇവിടെ സെല്ല്, അതുപോലെ തന്നെ ഇവിടുത്തെ സ്പൈക്ക്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വോളായിട്ട് എവിടെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ളത്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക വെച്ചാൽ നിങ്ങൾ ചെയ്ത് നല്ല പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ, പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, അപ്പ് ട്രെൻഡാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി അപ്പ് ട്രെൻഡ് പരിഗണിക്കണം, അത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് നമ്മൾ എന്താണ് ഒരു വാലിഡ് ആയിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇപ്പം ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നിങ്ങളൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചു. പക്ഷേ അറ്റ് എ ടൈം മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ബ്രേക്ക് എന്ന് വെച്ചാൽ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഇപ്പോൾ എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്. ജസ്റ്റ് കളർ ഒന്ന് മാറ്റാം. എൻ്റെ ഇത് കുറച്ച് ഡാർക്കായി പോയി, ഇന്ന് ലൈറ്റ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി എന്താണ് എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഈ ഒരു ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ SL ഇതിൻ്റെ അടിയിൽ വരും. ടാർഗറ്റ് മിനിമം 1:2 അല്ലെങ്കിൽ 2.5. ഓക്കെ, ഇപ്പോഴത്തെ വിക്സിൻ്റെ ഒക്കെ ഒരു ലെവൽ വെച്ച് നമ്മൾ 1:2 അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:2.5 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടാപ്പ് കിട്ടുന്നത് നോക്കാം.
ഓക്കെ, തിരിച്ചെന്ത് ചെയ്ത് നമുക്കൊന്ന് ഉറപ്പിക്കാം മാർക്കറ്റിൽ ബൈയിങ് വന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തിരിച്ച് വന്നിട്ട് തിരിച്ച് കയറണം. ഓക്കെ, അതാണ് എൻ്റെ അനുമാനം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, റീട്രേസ്മെൻറ്റ് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സോണിൽ തട്ടിയാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കൂ എന്ന് എൻ്റെ എൻട്രി ക്രൈറ്റീരിയ, എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ റൂൾസ് പറയുന്നത് എന്താണ്? ഞാൻ ഈ സോണിലെത്തിയാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കൂ. SL ഇതിൻ്റെ ടോട്ടൽ അടിയിൽ 1:2 മിനിമം. ഓക്കെ, അപ്പം ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ പോലെ തന്നെയാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. ഞാൻ എൻ്റെ OBയിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ, ഇപ്പം എന്ത് തോന്നി? ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ OBൻ്റെ ജസ്റ്റ് മുകളിൽ ഈ ഒരു ഡിഫറൻസിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലേക്ക് കയറി. ഇപ്പം നമ്മളെ ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞ ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് മനസ്സിലായി, ഞാൻ ഈഗോ അടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എനിക്ക് വരും. എൻ്റെ സോണ് ഒരു തുള്ളി മുകളിലായിരുന്നെങ്കിൽ എനിക്ക് എൻട്രി കിട്ടുമായിരുന്നു. ഇനി എൻട്രി വരുമോ വരില്ലേ എന്നുള്ള നമ്മൾ നോർമൽ സ്ഥലത്തേക്ക് തന്നെ വെക്കുന്നു. ഇപ്പം ഞാനൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ്. അല്ലാത്ത ആളുകൾ എന്തായിരിക്കും? ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കാണുകയും അതുപോലെ തന്നെ ഒരു ലോങ് പൊസിഷൻ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടാർഗറ്റ് വെക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ കാണുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 1:2 വെക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, ആക്ച്വലി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് കയറുന്നില്ല. ഓക്കെ, പ്രൈസ് തിരികെ കയറുന്നില്ല. നോക്കുകയാണെങ്കിൽ എന്താ ഒരു സൈഡ് വൈസ്, ഇപ്പം ഓപ്ഷൻസിലാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അറൗണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ട ഒരു സെനാരിയോ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോഴും ഒരു ഡിസിപ്ലിൻ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇപ്പോഴും ടാർഗറ്റിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, ടാർഗറ്റിലേക്കല്ല, അയാളുടെ എൻട്രി ക്രൈറ്റീരിയയിലേക്ക് പോലും മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, പ്രീവിയസ് ഡേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രീവിയസ് ഡേയിലെത്തി. ഓക്കെ, ഓക്കെ, നമ്മുടെ സോണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സോണ് നമ്മൾ ഒന്നുകൂടെ നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മളുടെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സോൺ, നമ്മൾ പറഞ്ഞാൽ ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റ് സോണാണ്. ഇൻഡ്യൂസ്മെൻറ്റ് സോണ് ഓൾറെഡി OB ആണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളൊക്കെ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇവിടുന്ന് ബൈയിങ്, അപ്പോൾ എന്തായി? ഈ ഏരിയയിൽ എന്തായി? ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെയുണ്ട്. അതിൻ്റെ താഴെ എന്തുണ്ട്? ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കും ഇതിൻ്റെ താഴെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വരുത്ത് താഴേക്ക് വരുന്നത് കണ്ടിട്ട് ബേജാറാവണ്ട. കാരണം എന്താണ്? ഈ വരുത്ത് എന്തിനാണ്, ഈ ഒരു സ്ട്രോങ് എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടുന്നത്? കാരണം ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണ് എന്ന് വരുത്തിയിരിക്കും. ഓക്കെ, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ആളുകൾ എൻട്രി എടുക്കും. എവിടെ? ഈ ഒരു സ്ഥലത്ത് എൻട്രി എടുക്കും അവർ. ഓക്കെ, പക്ഷെ എന്താണ്? ICTയിൽ നോക്കുമ്പോൾ എന്താണ്? ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടന്ന ഒരു ഓർഡർ ബ്ലോക്കാണ് ഇതിൻ്റെ താഴെ. നമ്മളെന്താണ് ചെയ്യുക? നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുത്തിട്ട് നമ്മളുടെ 1:2 നമ്മളുടെ ആക്ച്വൽ ടാർഗറ്റ് എവിടെയാണ് അവിടെ വെക്കും. ഓക്കെ, ആക്ച്വലി സംഭവിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തരും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ സോണിലേക്ക് ടാപ്പ് കിട്ടുന്നതിന് മുന്നേ ഒരു ടാപ്പ്, ഒരു 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 അപ്പ് മൂവ് കിട്ടും. അപ്പം നമ്മളെന്താ വിചാരിക്കുക?
ഇതാണ് യഥാർത്ഥത്തിലുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ പോയി അതിൽ പോയിട്ട് ട്രാപ്പാവും. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ട്രാപ്പ് ആവുമല്ല, നമ്മളുടെ സോൺ എത്തുന്നതിന് മുന്നേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്നൊരു ബൈ കൊടുക്കും. ഓക്കെ, എന്തിനാണ്? അവർക്ക് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ആളുകൾ ഇത് ഇവിടെ നിന്ന് എൻട്രി എടുക്കും, ഇവിടെ നിന്ന് എൻട്രി എടുക്കും, ഇവിടെ നിന്ന് എൻട്രി എടുക്കും. അപ്പോൾ എന്താണ്? ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയി മാറും. ഇതിനെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡ്യൂസ്മെൻറ്റ് എവിടെയാണ്? നമ്മളുടെ സോണിൻ്റെ മുകളിൽ. ഓക്കെ, വീണ്ടും ആ ഇൻഡ്യൂസ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ വിചാരിക്കുക? ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്ന്. ആക്ച്വലി പ്രൈസ് എവിടേക്കാണ് വരുന്നത്? പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച എക്സാക്റ്റ് സോണിലേക്കാണ് പ്രൈസ് വരുന്നത്. ആ ഏരിയയിൽ എത്തുന്നതും പ്രൈസ് തിരിച്ചു മുകളിലേക്ക് പോകുന്നതുമാണ് കഥ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാണ്, പാർട്ട് 1 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് മനസ്സിലാവും. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ബെയറിഷ് സെനാരിയോ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചാർട്ടിൽ പോയിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇൻഡ്യൂസ്മെൻറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഫോട്ടോയിൽ എന്താണ്? ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് വന്ന് അതിൻ്റെ ലോനെ സ്വീപ്പ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായി? നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. അതിന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, സെക്കൻഡ് ഇമേജിലേക്ക് നോക്കുമ്പോൾ എന്താണ്? ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്കിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു സ്ട്രക്ചർ ബ്രേക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഇത് ഒരു IDX ആണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ല. ഓക്കെ, ഇതെന്താണ്? ഈ ഓർഡർ ബ്ലോക്കിലേക്ക് ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി, അതാണ് എഞ്ചിനീയർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്? ഈ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റായി ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡ്യൂസ്മെൻറ്റ് ഓർഡർ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ എൻട്രി എടുക്കുമ്പം കുറച്ച് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോകും. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയിട്ട് ഈ IDX ഫെയിൽ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. എന്ന് വെച്ചാൽ IDXനെ ബ്രേക്ക് ചെയ്തിട്ട് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് പോകും. ഈ പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, IDX ക്രിയേറ്റ് ചെയ്തു, നമ്മൾ IDX മാർക്ക് ചെയ്തു, IDX ബ്രേക്ക് ചെയ്ത് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് കിട്ടിയാൽ നമ്മൾ എൻട്രി എടുക്കും, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ICTയുടെ പാർട്ട് 1 എന്ന് എടുത്താണ് എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ഈ എസ്കേപ്പിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടാം, ഈ IDX നിന്ന് രക്ഷപ്പെടാമെന്നാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഫൈൻഡ് ദ റൈറ്റ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു റൈറ്റ് ഓർഡർ ബ്ലോക്ക് തന്നെ ചെയ്യുക. ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവണം, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം, ഫെയർ വാല്യൂ ഉണ്ടാവണം, സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ആവണം. ഈ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്താൽ നമുക്ക് പറയാം ഇതൊരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ഫൈൻഡ് ദ റൈറ്റ് സെറ്റപ്പുകൾ. അതുപോലെ ഇമോഷണൽ കൺട്രോൾ, ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് മാർക്കറ്റ് തരും. ഇത് ഓർഡർ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കരുത്, ഇതെന്താണ്? ഇത് ട്രാപ്പാണ്. അപ്പോൾ നമ്മളെ ഇമോഷൻ എന്താവണം? അവിടെ കൺട്രോൾ ആവണം. അതുകൊണ്ടാണ് സിറ്റ് ലൈക്ക് എ റോബോട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? അവെയർനെസ് അബൌട്ട് ദ ട്രാപ്സ്. നമുക്ക് മാനിപ്പുലേഷൻസ് ഇല്ലാത്തതായിട്ടുള്ള ഒരു സെക്ഷനും ഇവിടെ ഇല്ല. നമ്മുടെ ലൈഫിലായാലും നമ്മളുടെ കരിയറിലായാലും എവിടെയും ട്രാപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ട്രാപ്പിന് എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക, ട്രാപ്പ് മനസ്സിലാക്കുക, മാർക്കറ്റിലെ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ. ഈ റിസ്ക് മാനേജ്മെൻറ്റും ഡിസിപ്ലിനും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇനി ട്രാപ്പിൽ ആയാലും കൂടിയും നമുക്ക് പ്രോഫിറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മന്ത് എൻഡ് നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പം ഇൻഡ്യൂസ്മെൻറ്റ് ചാപ്റ്റർ പാർട്ട് 2 കഴിഞ്ഞ്, അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.